സയ്യിദ് അബ്ദുറഹിമാൻ ബാഫക്കി തങ്ങൾ കേരളത്തിലെ മതന്യൂനപക്ഷങ്ങളെ, വിശിഷ്യ മുസ്ലിങ്ങളെ എങ്ങനെയാണ് നല്ല മതേതരവാദികളായി മാറുക എന്ന് സ്വജീവിതത്തിലൂടെ പഠിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഇന്ത്യ ഒരു ബഹുമത സാമൂഹ്യ സംവിധാനം നിലനിൽക്കുന്ന നാടാണെന്ന് മനസ്സിലാക്കി അറിഞ്ഞ് പ്രവർത്തിച്ചിട്ടുള്ള നേതാക്കൾ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ കുറവാണ്. ആ കുറവിനിടയിലും ഏറ്റവും പ്രോജ്വലമായി ജ്വലിച്ചു നിൽക്കുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് സയ്യിദ് അബ്ദുറഹിമാൻ ബാഫക്കി തങ്ങൾ. ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ സാമുദായിക പരിവേഷത്തിൽ നിന്ന് ലീഗിനെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു സംഘടനാ രൂപത്തിലേക്ക് മാറ്റിയെടുക്കുന്നതിൽ അദ്ദേഹത്തിന് വലിയ പങ്കുണ്ടായി. മുസ്ലിം ലീഗ് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ സ്വാധീനം നേടാൻ സാധിക്കാത്തൊരു പാർട്ടിയായി മാറുകയും കേരളത്തിൽ മുസ്ലിം ജനസാമാന്യത്തിനിടയിൽ സ്വാധീനശക്തി നേടിയെടുത്ത ഒരു പാർട്ടിയായി മാറുകയും ചെയ്തതിൻ്റെ കാര്യകാരണങ്ങൾ പരിശോധിക്കുമ്പോൾ സയ്യിദ് അബ്ദുറഹിമാൻ ബാഫക്കി തങ്ങളെപ്പോലെയുള്ള ദീർഘവീക്ഷണമുള്ള നേതാക്കന്മാരുടെ നേതൃപാഠവും കേരളത്തിൽ ലീഗിൻ്റെ വളർച്ചയ്ക്ക് വളരെ സഹായിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ത്യയിലെ ഇതര രാഷ്ട്രീയ പാർട്ടികൾ, അവരുടെ നേതാക്കന്മാർ, അവരൊക്കെ സയ്യിദ് അബ്ദുറഹിമാൻ ബാഫക്കി തങ്ങളുമായി ബന്ധപ്പെടാൻ അവസരം കിട്ടിയ സന്ദർഭങ്ങളിൽ അദ്ദേഹവുമായി അടുത്തിടപഴകാൻ സാഹചര്യമൊത്ത മുഹൂർത്തങ്ങളിൽ അദ്ദേഹത്തെക്കുറിച്ചും അദ്ദേഹം നേതൃത്വം നൽകിയിരുന്ന പാർട്ടിയെക്കുറിച്ചും വലിയ മതിപ്പ് പുലർത്തുകയുണ്ടായി. ഇത് നിലനിർത്താൻ ഒരു പാർട്ടിക്ക് കഴിയുമ്പോഴേ ആ പാർട്ടി സമൂഹത്തിൻ്റെ നാനാ തുറയിലുള്ളവരുടെയും അംഗീകാരത്തിന് പാത്രമാവുക. സയ്യിദ് അബ്ദുറഹിമാൻ ബാഫക്കി തങ്ങളെ പോലെയുള്ള നേതാക്കന്മാരുടെ സാന്നിധ്യം ഏറ്റവും അധികം ആവശ്യമുള്ള ഒരു ദശാസന്ധിയിലൂടെയാണ് നമ്മുടെ നാട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മതന്യൂനപക്ഷങ്ങളെ പ്രകോപിപ്പിക്കാൻ, അവരെ കലാപകാലുഷ്യമാർന്ന ഒരു സാഹചര്യത്തിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുപോകാൻ ആസൂത്രിതമായ ബോധപൂർവമായ നീക്കങ്ങൾ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും നടന്ന് വരികയാണ്. ആ ചതിക്കുഴിയിൽ വീണുപോകാതെ വിവേകത്തോടുകൂടി ന്യൂനപക്ഷ വിഭാഗങ്ങൾ മുന്നോട്ട് പോകേണ്ട ഒരു ചരിത്ര സന്ദർഭവും കൂടിയാണ് ഇത് എന്നുള്ളത് വളരെ വളരെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ്. അതിന് നല്ല നേതാക്കന്മാർ വേണം. സയ്യിദ് അബ്ദുറഹിമാൻ ബാഫക്കി തങ്ങൾ നല്ല വിശ്വാസ്യതയുള്ള നേതാവായിരുന്നു. അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞാൽ അത് വാക്കാണ് എന്ന് എല്ലാവരും കരുതിയിരുന്നു. മറ്റു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തൊക്കെ ഉണ്ടായിരുന്നാലും ബാഫക്കി തങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ അത് നടക്കും എന്ന് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കന്മാർ കരുതി. ആ ഒരു വിശ്വാസ്യത ഒരു പാർട്ടിക്ക് തൻ്റെ വ്യക്തിത്വത്തിലൂടെ നേടിക്കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ലീഗ് രാഷ്ട്രീയത്തിൽ സയ്യിദ് അബ്ദുറഹിമാൻ ബാഫക്കി തങ്ങളെ ഏറ്റവും പ്രസക്തനാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വിയോഗം മതമൈത്രിയും മതസൗഹാർദ്ദവും ആഗ്രഹിക്കുന്ന എല്ലാവരെ സംബന്ധിച്ചിടത്തോളം ഒരു വല്ലാത്ത വേദനയായിരുന്നു. ചില നേതാക്കന്മാർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകാറുണ്ട്. കാലുഷ്യമാർന്ന ഈ സാഹചര്യത്തിൽ
പ്രസന്നവദനായ, വിശ്വാസ്യതയുടെ, മൈത്രിയുടെ ഒക്കെ മൂർത്തിമൽ ഭാവമായി ശോഭിച്ചു നിൽക്കുന്ന ഒരു മുഖത്തിൻ്റെ ഉടമ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ വേണം എന്ന് ഓരോരുത്തരും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതുതന്നെയാണ് അദ്ദേഹം കാലത്തെ അതിജയിച്ച് മനുഷ്യൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നുവെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളെ അനുസ്മരിക്കുന്നതിന് നടത്തപ്പെടുന്ന എല്ലാ സംരംഭങ്ങളും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്. അത് നമ്മുടെ നാടിൻ്റെ ഐക്യത്തിനും സൗഹൃദം ഊട്ടിയുറപ്പിക്കുന്നതിനും അനിവാര്യമാണെന്ന് ഞാൻ